മറഡോണയെ കൊടുന്നിട്ടൊന്ന് ഞെട്ടിച്ചിരുന്നു ഞാൻ ഭയങ്കരമായിട്ട്. അതെ. അപ്പൊ ഫുട്ബോൾ ആരാധകർ കണ്ടുമാനമുണ്ട് കേരളത്തിൽ. പഠിക്കുന്ന സമയത്ത് അബുദാബി പോയി ഷോപ്പ് ഇട്ടിട്ടുണ്ട്. 16-17 വയസ്സ്. ഒരു മാസം അവിടെ കടയിൽ പോയിട്ട് ബിസിനസ് നോക്കും. അത് കഴിഞ്ഞ് ഇവിടെ വന്ന് കോളേജിൽ പോകും ചിലപ്പോ ഒരു മാസം. അച്ഛനായിട്ട് ഇനിഷ്യേറ്റീവ് എടുത്ത് നീ പോയി ചെയ്യാന്ന് പറഞ്ഞതാണോ? ഫാദർ ഞാൻ പോയി ചെയ്താ. ഫാദർ ആ സമയത്തൊന്നും ഗൾഫിലേക്ക് വന്നിട്ടേ ഇല്ല. 18-19 വയസ്സേ ഉള്ളൂ. ഒരു ഐഡിയ എനിക്ക് തോന്നി, കുറെ പേർക്ക് അരി കൊടുക്കാം പാവങ്ങൾക്ക്. വലിയ മനസ്സാണ്, മനസ്സ് തന്നെയാണ്. അപ്പോഴും നമ്മൾ നമ്മുടെ സുഖത്തിന് വേണ്ടിയാ ചെയ്യണത്. സ്കൂളിൽ പഠിക്കുമ്പോ തന്നെ 10ാം ക്ലാസ് ഒക്കെ ആകുമ്പോഴേക്കും ബോംബെയിൽ എന്റെ അങ്കിൾ അവിടെ ഉണ്ടായിരുന്നു, ഹോട്ടൽ ബിസിനസ് ഉണ്ടായിരുന്നു. നീ പോടാ, വെക്കേഷന് പോയി 2 മാസം നിന്നോളാൻ പറയും, നീ ബോംബെ ഒക്കെ കണ്ടിട്ട് വരാൻ പറയും. അങ്ങനെ പോയി നമ്മൾ അവിടെ കറങ്ങി നമുക്കൊരു ഗട്ട്സ്, ചങ്കുറ്റം കിട്ടും. ഒരു സ്ട്രീറ്റ് സ്മാർട്ട്നെസ് എന്നൊക്കെ പറയില്ലേ. കള്ളു കുടിക്കുന്നവരെ സംബന്ധിച്ചാണെങ്കിൽ ഒരു 2 എണ്ണം കഴിഞ്ഞാൽ പിന്നെ ഒരു കുപ്പി കുടിക്കുന്നവർക്ക് അത് രോഗമാണ് ശരിക്കും. അതിൽ എൻജോയ്മെന്റ് ഇല്ലേ, ഈവൻ സെക്സ് ആണെങ്കിലും. അപ്പൊ എന്തും ഒരു പരിധി കഴിഞ്ഞാൽ ആ സമയത്തുള്ള സുഖം പിന്നെ അത് കഴിഞ്ഞാൽ കിട്ടില്ല എന്ന് പറയൂല. അതെ അതെ, ബോച്ചേട്ടി കഴിച്ച ഇനി 10 ലക്ഷം എല്ലാ ദിവസവും കൊടുക്കുന്നുണ്ട്. ഇന്ന് കൊടുത്തിട്ട് വരും. ഇപ്പൊ അതെ, പകുതി പണം കൊണ്ട് വീട് പണിയാം, ബാക്കി പകുതി പണം പലിശരഹിതമായി EMI സ്കീമിൽ 50 മാസം കൊണ്ട് തിരിച്ചടച്ചാൽ മതി. ബയത്ത് ഹോംസ് ഫോർ ബിൽഡേഴ്സ്, കേരളാസ് ലീഡിംഗ് ടെക് എനേബിൾഡ് ഹോം ബിൽഡർ. കൂടുതൽ വിവരങ്ങൾക്ക് താഴെ കൊടുത്തിട്ടുള്ള നമ്പറിൽ ബന്ധപ്പെടുക. ജീവിതം ഇനി ഇല്ല, എല്ലാം കൈവിട്ടു പോയി എന്ന് എപ്പോഴെങ്കിലും നിങ്ങൾക്ക് തോന്നിയിട്ടുണ്ടാവുമോ? അങ്ങനെ തോന്നിയിട്ടുള്ളവരാണെങ്കിൽ പിന്നീട് നിങ്ങളെ ജീവിതത്തിലേക്ക് കരകയറ്റിയപ്പോൾ എന്തൊക്കെ ഫാക്ടേഴ്സ് ആയിരിക്കും നിങ്ങളെ അതിന് സഹായിച്ചിട്ടുണ്ടാവുക? തീർച്ചയായിട്ടും ആ ഒരു പ്രതിസന്ധി ഘട്ടത്തിൽ നിങ്ങളെ സഹായിച്ച ഫാക്ടേഴ്സ് തന്നെയായിരിക്കും പിന്നീടുള്ള നിങ്ങളുടെ അങ്ങോട്ടുള്ള ജീവിതത്തിലും. എപ്പോഴും നമ്മുടെ ജീവിതത്തിൽ വിഷമങ്ങളും പ്രതിസന്ധികളും എല്ലാം ഇടയ്ക്കിടയ്ക്ക് വന്നുകൊണ്ടേയിരിക്കും അല്ലേ? അപ്പോൾ ഒരിക്കൽ നമ്മളെ സഹായിച്ച ഫാക്ടേഴ്സ് തന്നെയായിരിക്കും തീർച്ചയായിട്ടും പിന്നീടും നമ്മളെ സഹായിച്ചിട്ടുണ്ടാവുക. അങ്ങനെ സുഖങ്ങളും ദുഃഖങ്ങളും ചേർന്ന നമ്മുടെ ഈ കൊച്ചു ജീവിതത്തിന്റെ വേറിട്ട കാഴ്ചകളുമായി ലൈഫ് ഈസ് ബ്യൂട്ടിഫുൾ. ബോച്ചെ എന്ന പേര് മാത്രം മതി ഈ ലോക മലയാളികൾക്ക് ഇദ്ദേഹത്തെ പരിചയപ്പെടുത്താനായിട്ട്. ബേറ്റ് ഹോംസ് ഫോർ പ്രസൻസ് ലൈഫ് ഈസ് ബ്യൂട്ടിഫുളിൽ ഇന്ന് നമ്മളോടൊപ്പം ജീവിത കഥയുമായി ചേരുന്നു ശ്രീ ബോബി ചെമ്മണ്ണൂർ. സ്വാഗതം. സുഖം? കുറെ നാളായിട്ട് കാണണം, പരിചയപ്പെടണം, നമ്മുടെ ഷോയിലേക്ക് ഇങ്ങനെ വരണു, ഇതൊക്കെ ഇങ്ങനെ പറഞ്ഞു നിൽക്കുകയായിരുന്നു. അതെ, ഇന്ന് വന്ന് പെട്ടു അവസാനം. ആദ്യം തന്നെ ചോദിക്കട്ടെ ബോബി ചേട്ടാ, ഈ ഒരു സ്റ്റേറ്റ്മെന്റിനോട് ബോബി ചേട്ടന്റെ ഒരു കാഴ്ചപ്പാട് എങ്ങനെയാണ്? ലൈഫ് ഈസ് ബ്യൂട്ടിഫുൾ അതിനെ കുറിച്ചാണോ? യെസ്. ലൈഫ് വി ഹാവ് ടു മേക്ക് ബ്യൂട്ടിഫുൾ. ലൈഫ് ബ്യൂട്ടിഫുൾ തന്നെയാണ്. നമ്മൾ അതെങ്ങനെ ബ്യൂട്ടിഫുൾ ആക്കി മാറ്റുന്നു എന്നതനുസരിച്ചാണ്. അത് നമ്മുടെ അറിവ് കൊണ്ട് മാത്രമേ സാധിക്കുകയുള്ളൂ. അറിവ് എന്ന് പറയുന്നത് ജീവിതം സുഖദുഃഖങ്ങൾ അടങ്ങിയതാണെന്നും ഒരു കയറ്റം ഉണ്ടെങ്കിൽ ഒരു ഇറക്കമുണ്ടെന്നും പ്രകൃതിയുമായിട്ടൊക്കെ കണക്ട് ചെയ്ത് കിടക്കുന്നതാണെന്നും അപ്പ് ആൻഡ് ഡൗൺസ്, ദാറ്റ് ഈസ് കോൾഡ് ലൈഫ് എന്നുള്ള അറിവ് വരുമ്പോൾ നമുക്ക് ബ്യൂട്ടിഫുള്ളി ആക്കി മാറ്റാൻ പറ്റും, ശ്രമിക്കും. അങ്ങനെ നമ്മുടെ ലൈഫിനെ ബ്യൂട്ടിഫൈ ചെയ്യാൻ പറ്റുക എന്ന് പറയുന്നത് ശരിക്കും ഒരു റിസ്ക് ആയിട്ടുള്ളത് അല്ലെങ്കിൽ ഭാരം പിടിച്ച ഒരു അങ്ങനെ ഒരു സംഭവമായിട്ട് തോന്നുന്നുണ്ടോ? ഭാരം പിടിച്ച ചാലഞ്ചിങ് ആയിട്ടോ? ചാലഞ്ചിങ് എന്ന് പറഞ്ഞാൽ ചാലഞ്ചിങ് ആണ്. അതാണല്ലോ ഈ പ്രകൃതിയെ കുറിച്ച് പഠിച്ചാല് പ്രകൃതിയുടെ ഗ്രാഫ് പ്രകൃതി തന്നെ സ്റ്റഡി അല്ല. അപ്പൊ പിന്നെ പ്രകൃതിയുടെ ഭാഗമായ മനുഷ്യൻ ഒരിക്കലും സ്റ്റഡി ആവില്ല. പ്രകൃതി തന്നെ മഴക്കാലം, വേനൽക്കാലം, കോവിഡ് കാലം, അങ്ങനെ വെള്ളപ്പൊക്കം, അങ്ങനെ മാറി മാറി പടപടാന്ന് അടിച്ചുകൊണ്ടിരിക്കും. അഗ്നിപർവ്വതം ഇടയ്ക്ക് പൊട്ടിത്തെറിക്കും. അങ്ങനെ ഇടിവെട്ടും മഴയും മിന്നലും ആകെ കിടന്ന വ്യത്യാസമല്ലേ. ഒരിക്കലും സ്റ്റഡിയല്ല, മനുഷ്യന് ഒരിക്കലും സ്റ്റഡിയല്ല. ഈ ഗ്രാഫ് ഇങ്ങനെ 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 ആയിക്കൊണ്ടിരിക്കും. സുഖം, പിന്നെ ദുഃഖം, ജനനം, പിന്നെ മരണം, സൂക്കേട്, സാമ്പത്തിക പ്രശ്നം, മറ്റേ പ്രശ്നം, ആ പ്രശ്നം, വീട്ടിൽ അടി ഇടി കുത്ത്, പുറത്തേക്ക് ഇറങ്ങിയ പ്രശ്നം, വീടിന്റെ അകത്തിരുന്ന പ്രശ്നം, ഇവിടെ എല്ലാ പ്രശ്നങ്ങളും സുഖ ദുഃഖങ്ങൾ അറിയുന്നത്. അപ്പൊ ഈ അറിവുകൊണ്ട് കൂടെ നമ്മളതങ്ങ് സ്വീകരിച്ച് അതോടുകൂടെ അങ്ങോട്ട് പൊരുത്തപ്പെട്ടു പോണം. ഇതാണ് ജീവിതം. അങ്ങനെ ലൈഫിൽ വന്നിരിക്കുന്ന ബുദ്ധിമുട്ടുകളും പ്രശ്നങ്ങളൊക്കെ വരുമ്പോ താങ്കള് ബോബിച്ചേട്ടൻ എങ്ങനെയാ അത് ഹാൻഡിൽ
എങ്ങനെയൊക്കെയാണ്? എല്ലാം വളരെ ഈസി ആയിട്ടാണോ? അതിന് ചേട്ടനെ വിളിക്കണ്ട, എന്താണെന്നറിയാം, എനിക്ക് നിങ്ങളെക്കാൾ കൂടുതൽ പ്രായം ഉണ്ടെന്ന് തെറ്റിദ്ധരിക്കുക ആൾക്കാർ. അപ്പൊ ഞാൻ ബോച്ചേന്ന് വിളിക്കാം. ഓക്കെ. അപ്പൊ എങ്ങനെയാ അല്ലെങ്കിൽ അങ്ങനെ ഒരു നമ്മൾ ഡൗൺ ആയിട്ടിരിക്കുന്ന സമയത്താണേ പോലും നമ്മളെ തിരിച്ച് ലൈഫിലേക്ക് ഹാപ്പി മൊമെന്റിലേക്ക് കൊണ്ടുവരാനായിട്ട് താങ്കൾ യൂസ് ചെയ്യുന്ന ഫാക്ടേഴ്സ് എന്തൊക്കെയായിരിക്കും? ഞാനിത് ഓർക്കും, ലൈഫിനെ കുറിച്ചിട്ട്, പ്രകൃതിയെ കുറിച്ച് ഓർക്കും, എത്ര വലിയ വ്യക്തികളെ കുറിച്ച് ഓർക്കും. ഇപ്പൊ അമേരിക്കൻ പ്രസിഡന്റ് ആയിട്ട് രാജാവായിട്ട് ഇരിക്കുന്നു, പിന്നെ നോക്കുമ്പോ അയാൾ ഒന്നുമല്ലാതായി മാറുന്നു. അങ്ങനെ എത്ര വലിയ ലെവലിലായാലും മനുഷ്യൻ താഴേക്ക് ഇറങ്ങണം, പിന്നെ കയറും ഇറങ്ങും എന്നുള്ളതാണ്. അപ്പോ നമ്മൾ അതൊക്കെ പഠിക്കുമ്പോൾ, പ്രകൃതിയെ കുറിച്ച് പലതും മനസ്സിലാക്കി വരുമ്പോ, ലൈഫ് ഇറ്റ് സെൽഫ് വി ജസ്റ്റ് ബോൺ ടു ഡൈ. നമ്മളൊക്കെ ചാവാൻ വേണ്ടി ജനിച്ചവരാണ്. അപ്പൊ ഇനി എത്ര വലുതായാലും എന്തൊക്കെ ചെയ്താലും ഒരു ചെറിയ സമയം മാത്രമല്ലേ കൂടി ഉള്ളൂ. പിന്നെ എന്താ നമ്മള് ഇങ്ങനെ ചിന്തിക്കുക. അപ്പൊ എൻ്റെ ഫാദറിനെ എനിക്കറിയാം, ഗ്രാൻഡ് ഫാദറെ അറിയാം, ഗ്രേറ്റ് ഗ്രാൻഡ് ഫാദറെ കുറിച്ചിട്ട് ഫോട്ടോ അങ്ങനെയൊക്കെ കണ്ടിട്ടുണ്ട്. അതിൻ്റെ ബാക്കിലേക്ക് ആയിരക്കണക്കിന്, പതിനായിരക്കണക്കിന്, ലക്ഷക്കണക്കിന് തലമുറകൾ ഉണ്ടായിരുന്നു എന്നുള്ള പ്രൂഫുണ്ട്. കോടാനുകോടി വർഷം ബാക്കിലേക്ക് പോകുമ്പോൾ എന്താ കഥ എന്ന് പോലും നമുക്കറിയില്ല. നമുക്ക് 5000 വർഷം 10000 വർഷത്തിലുള്ള ബൈബിള്, ഖുർആൻ, രാമായണം, ഈ കഥകളാണ് നമുക്കറിയുള്ളൂ. എഴുതപ്പെടാത്ത, അറിയാത്ത എന്തെല്ലാം കാര്യങ്ങളാണ്. അപ്പൊ അങ്ങനെ ചിന്തിച്ചു നോക്കിയാൽ സൃഷ്ടിയുണ്ടോ, തുടക്കമുണ്ടോ, അന്ത്യമുണ്ടോ, ഒരു കഥയില്ല. അവരവരുടെ ബുദ്ധിക്ക് അനുസരിച്ച് എഴുതി വെച്ചത് പഠിച്ച് നമ്മൾ മനസ്സിലാക്കി, കുറെ പഠിച്ചതും കുറെ നമ്മുടെ കോമൺ സെൻസ് വെച്ചും മനസ്സിലാക്കി മുമ്പോട്ട് പോവുക എന്നുള്ളത്. എന്നാലും ഇത്തരത്തിലുള്ള എന്തെങ്കിലും ഒരു പ്രതിസന്ധി ഘട്ടം ബോച്ചയ്ക്ക് വരുമ്പോ അങ്ങനെ ആ ഒരു ഫീലിൽ നിന്നും എങ്ങനെയായിരിക്കും ആ ഒരു സന്തോഷത്തിലേക്ക് അതാരായിരിക്കും അങ്ങോട്ട് ആ ഒരു കൈ പിടിച്ച് കൊണ്ടുപോകുന്നത്? അറിവ്. അതായത് നമുക്കറിയാം എല്ലാ കാലം ഒരുപോലെയല്ല എന്നും, അതുകൊണ്ട് തന്നെ ജീവിതം പ്രതീക്ഷ വേണമെന്നും, നമ്മൾ ആത്മവിശ്വാസത്തോടു കൂടി മുമ്പോട്ട് പോകണമെന്നും ഒക്കെ നമ്മൾ പഠിച്ചുകൊണ്ടിരിക്കുകയല്ലേ. പല വ്യക്തികളെ എടുത്ത് നോക്കിയാലും, ഏത് എടുത്താലും, ഇപ്പൊ അംബാനി, ധീരുഭായ് അംബാനി ആരാ? ഒന്നുമല്ലാതെ റോട്ടിൽ നിന്നൊരു മനുഷ്യൻ. ഇപ്പൊ കണ്ടില്ല അയാളുടെ ആ ആത്മവിശ്വാസം. അതിപ്പോ സാമ്പത്തിക മേഖല, ജീവിതം, ആരോഗ്യം, അങ്ങനെ പല പല മേഖലകളാണ്, സന്തോഷം. അപ്പൊ അവിടെയൊക്കെ നമ്മൾ ഒരു ആത്മവിശ്വാസത്തിൽ 100% കിട്ടുമെന്നുള്ള ആത്മവിശ്വാസത്തിൽ ഫോളോ അപ്പ് ചെയ്തുകൊണ്ടിരുന്നാൽ ഇടയ്ക്ക് കിട്ടും, ചിലപ്പോൾ കിട്ടില്ല, വീണ്ടും കിട്ടും, കിട്ടിക്കൊണ്ടേ ഇങ്ങനെ. എന്നാലും മാക്സിമം നമ്മൾ നല്ല കോൺഫിഡന്റ് ആയിട്ട് ഇരിക്കണം അല്ലേ? കോൺഫിഡൻസ് ഉണ്ടാവണം, അറിവുണ്ടാവണം, കിട്ടുമെന്നുള്ള അറിവ്, കിട്ടിയിട്ടുണ്ട് പലർക്കും എന്നുള്ള അറിവ്. അതുണ്ടെങ്കിൽ തീർച്ചയായിട്ടും നമുക്ക് കിട്ടിക്കൊണ്ടിരിക്കും. ഈ ആത്മവിശ്വാസം ഇല്ലാത്തവരല്ലേ ഇപ്പൊ ജോലിക്ക് ശ്രമിച്ചു, ബിസിനസ്സിന് ശ്രമിച്ചു, 1, 2, 3 ട്രൈ ചെയ്ത് കിട്ടിയില്ല, ദിസ് ഇസ് നോട്ട് മൈ കപ്പ് ഓഫ് ടീ, ഇത് എനിക്ക് പറഞ്ഞിട്ടുള്ളതല്ല എന്ന് സ്വയം അയാൾ തന്നെ തീരുമാനിക്കുക. അയാളുടെ വിവരത്തിനനുസരിച്ച്, വിവരമില്ലായ്മ കൊണ്ടോ അയാൾ തീരുമാനിക്കുകയാണ്. അയാൾക്ക് തുറന്ന മനസ്സുമായി പ്രതീക്ഷയോടുകൂടി മുമ്പോട്ട് പോയാൽ, മറ്റുള്ളവരെ കുറിച്ച് പഠിച്ചാൽ അത് മനസ്സിലാക്കാൻ പറ്റും. അപ്പൊ അറിവില്ല, നമ്മൾ ചെവിട് അടച്ചു വെക്കുന്നു, കണ്ണടച്ചു വെക്കുന്നു, അവിടെയാണ് പ്രശ്നം. നോളജ് ഈസ് പവർ. അറിവിന് വേണ്ടി കേഴുക എന്നതാണ്. ഓക്കെ. ഇപ്പൊ ബോച്ച എന്ന് പറഞ്ഞ താങ്കളുടെ ജീവിതത്തിൽ തന്നെ ഒരുപാട് നല്ല ബ്യൂട്ടിഫുൾ മൊമെന്റ്സ് ഉണ്ടായിട്ടുണ്ട്. ഇതിനകം തന്നെ ഒരുപാടുണ്ട്. അതിൽ നിന്നും കുറച്ച് എണ്ണം മാത്രം നമ്മൾ എടുത്തുകൊണ്ട് അതിന്റെ ഒരു പരിച്ഛേദം എന്ന് തന്നെ പറയാം, അത് നമ്മൾ എടുത്തുകൊണ്ട് നമ്മളൊരു വീഡിയോ ഇവിടെ നമ്മൾ റെഡി ആക്കിയിട്ടുണ്ട്. നമുക്ക് ആ ഒരു വീഡിയോ ക്ലിപ്പിംഗ് അതൊന്ന് കാണാം. പണി വരുന്നുള്ളൂ അല്ലേ? എന്താ തോന്നുന്നു ഇത് കണ്ടിട്ട്?
ഇത് കണ്ടിട്ട് ഞാൻ തന്നെയാന്ന് മനസ്സിലായി. വളരെ വ്യത്യസ്തമായ ഒരു ഭയങ്കര എൻറ്റയർലി ഡിഫറെന്റ് ആയിട്ടുള്ള ഒരു യുണീക്ക് ആയിട്ടുള്ള ഒരു പേഴ്സണാലിറ്റി തന്നെയാണ് ബോച്ചയുടെ. ബോച്ചയെ സ്പെഷ്യൽ ആക്കി നിർത്തുന്ന ഒരുപാട് ഫാക്ടേഴ്സ് ഉണ്ട് അല്ലേ? അതേപോലെ ആ ഒരു ഇൻഡിവിജ്വാലിറ്റി, ആ ഒരു എക്സ്ക്ലൂസിവിറ്റി കീപ്പപ്പ് ചെയ്തുകൊണ്ട് പോകുന്ന, അത് തന്നെ കൊണ്ടുപോകുന്ന കുറേ ഫാക്ടേഴ്സ് ഉണ്ടായിട്ടുണ്ട്. നമുക്ക് ആ ജേണിയുടെ തുടക്കത്തിൽ തന്നെ ഒന്ന് നോക്കാം. ശരിക്കും ഈ ഒരു ബോച്ചി അല്ലെങ്കിൽ ബോബി ചെമ്മണ്ണൂർ, ശരിക്കും പറഞ്ഞ ദേവസിക്കുട്ടി ബോബി അങ്ങനെയാണല്ലോ ഫുൾ നെയിം അല്ലേ? നമുക്കപ്പോ ആ ചെറുപ്പത്തിലേക്ക് തന്നെ പോവാം. ഈ ബോബി ചെമ്മണ്ണൂർ എന്ന് പറഞ്ഞ ബോച്ച എന്നുള്ള പേര് അത് എപ്പോഴാണ്, എങ്ങനെയാണ് വന്ന്? അത് ഞാൻ ഈ കുറച്ച് വർഷം മുമ്പ് കാസർഗോഡ് നിന്ന് ഓടിയിരുന്നു തിരുവനന്തപുരം വരെ. അന്ന് ഓടി സമയത്ത് അത് 812 കിലോമീറ്ററാണ് വേൾഡ് റെക്കോർഡ്, ഇന്ത്യ റെക്കോർഡ്, ഗിന്നസ് റെക്കോർഡ്, അങ്ങനെ റെക്കോർഡുകൾ, പിന്നെ ഗിന്നസ് റെക്കോർഡ്, വേൾഡ് പീസ്, അങ്ങനെ പല പല റെക്കോർഡുകൾ വന്ന സമയത്ത് ആ ഓട്ടമാണ് അതിന്റെ ഒരു കാരണം. അതിന് തൊട്ട് മുമ്പ് മറഡോണയെ കൊടുന്നിട്ട് ഒന്ന് ഞെട്ടിച്ചിരുന്നു ഞാൻ ഭയങ്കരമായിട്ട്. അപ്പോൾ ഫുട്ബോൾ ആരാധകർ കണ്ടുമാനമുണ്ട് കേരളത്തിൽ. അവർക്കൊക്കെ പ്രതീക്ഷിക്കാത്ത, ഒരിക്കലും സ്വപ്നം കാണാത്ത ഒരു അവസരം കിട്ടി അടുത്ത് കാണാനും ഒക്കെ ആയിട്ട്. അപ്പൊ തന്നെ ആ ഒരു ട്രെൻഡ് അവിടെയുണ്ട്. പിന്നെ ഞാൻ കാറുകളും ഡ്രസ്സും ഫാഷനും ഒക്കെ ആയിരുന്നു ആദ്യം. അങ്ങനെ ഒരു ചേഞ്ച് ലൈഫിൽ ഇങ്ങനെ എക്സ്ക്ലൂസീവ് ആയിട്ടുള്ള കുറച്ച് കാര്യങ്ങൾ ചെയ്യാൻ തുടങ്ങിയത് ഓർമ്മയുണ്ടോ? ഏതായിരിക്കും ആദ്യം തന്നെ ചെയ്തതെന്ന് എന്തെങ്കിലും ഓർമ്മയുണ്ടോ? ഇങ്ങനെ മാറാൻ കാരണം അങ്ങനെയല്ല, ഇപ്പം ബോച്ചയുടെ ലൈഫിൽ ഇതേപോലെ മറഡോണയെ കൊണ്ടുവന്നു, അല്ലെങ്കിൽ ഇങ്ങനെ വേറിട്ടൊരു ചിന്താഗതി, ഇങ്ങനെ ഒരു എന്താ പറയാ, കാസർഗോഡ് നിന്ന് തിരുവനന്തപുരം വരെ ഓടുക, അല്ലെങ്കിൽ ബ്ലഡിന് വേണ്ടിയിട്ടാണ് ഇതെല്ലാം ചെയ്തത്. അപ്പൊ അങ്ങനത്തെ ഒരു സോഷ്യൽ കോസ് മനസ്സിലുണ്ട്, നല്ലൊരു കാര്യങ്ങൾ ചെയ്യാനായിട്ട്. അങ്ങനത്തെ പല പല കാര്യങ്ങൾ താങ്കൾ ചെയ്തിട്ടുണ്ട്. അതിന്റെ തുടക്കം എവിടെ നിന്നായിരുന്നു, എന്തിൽ നിന്നായിരുന്നു? ഒരു 90s-ലാണ്, ആണല്ലേ? 90-ല് ഞാൻ എന്റേതായ സ്വന്തം കട ഫാദർ എനിക്ക് ഇട്ട് തരാം കോഴിക്കോട്. ജ്വല്ലറി എന്ന് പറഞ്ഞപ്പോ എത്രയാ, 90 എന്ന് പറഞ്ഞാൽ 2000, 2025, 10-35 വർഷം മുമ്പാണ്. പഠിപ്പ് കഴിഞ്ഞ് ഇങ്ങനെ 18-19 വയസ്സേ ഉള്ളൂ. അങ്ങനെ ഇട്ട് നിൽക്കുന്ന സമയത്ത് തന്നെ ഞാൻ കട തുടങ്ങുമ്പോ തന്നെ ഫസ്റ്റ് ഇയർ തന്നെ ഞാൻ ഒരു ഐഡിയ എനിക്ക് തോന്നി, കുറെ പേർക്ക് അരി കൊടുക്കാം പാവങ്ങൾക്ക്. അപ്പൊ ഫസ്റ്റ് ഇയർ ഈ കടയുടെ ലാഭം, എൻ്റെ ആദ്യത്തെ കച്ചവടം, സ്വന്തമായിട്ട് ഇട്ട് തന്ന കച്ചവടം, ഞാനായിട്ട് സ്വന്തമായിട്ട് കട തുടങ്ങി ബിസിനസ് ചെയ്ത് കിട്ടിയ ലാഭത്തിന്റെ ഒരു വിഹിതം എടുത്തിട്ട് കുറെ പേർക്ക് അരി കൊടുക്കാന്ന് വെച്ചു. എന്നിട്ട് അന്ന് ഓർമ്മയുണ്ട്, ടൗൺ ഹാളിലാണ്, മുതലക്കുളം ആ ഭാഗത്തുള്ള പഴയ ടൗൺ ഹാളില് ആൾക്കാരെയൊക്കെ വിളിച്ച് കുറച്ച്, അന്ന് ചെറിയ രീതിയിൽ കുറച്ച് നോട്ടീസൊക്കെ അടിച്ചിട്ടുണ്ട്, 10 ആൾക്ക് അങ്ങനെ ചെറിയ അരി വെച്ചിട്ട് അവിടുത്തെ അന്നത്തെ കുറച്ച് VIP-കളും ഇവരൊക്കെ വിളിച്ച് അങ്ങനെ കൊടുത്തു. അങ്ങനെ ഒരു സാറ്റിസ്ഫാക്ഷൻ. അങ്ങനെ ഈ ചാരിറ്റി ചെയ്യുമ്പോൾ നമുക്ക് കൊടുക്കുമ്പോൾ അവർക്ക് ഒരു സ്നേഹം ഉണ്ടാവുന്നു, അവർക്ക് നമ്മളോടൊരു സ്നേഹം, അവരുടെ മുഖത്തൊരു സന്തോഷം നമുക്കുണ്ട്, അവർക്ക് ഇല്ല. അപ്പൊ നമ്മൾ ഇല്ലാത്തന്ന് കൊടുക്കുമ്പോ ഇല്ലാത്തവർക്ക് ഉണ്ടാവുന്ന ഒരു സുഖം, അത് സത്യത്തില് ഒരു സെൽഫിഷ്നെസ് ആണെന്നൊക്കെ പറയാൻ വേണമെങ്കിൽ. കാരണം നമ്മൾ അപ്പോഴും സുഖം കിട്ടാൻ, വലിയ മനസ്സാണ്, മനസ്സ് തന്നെയാണ്. അപ്പോഴും നമ്മൾ നമ്മുടെ സുഖത്തിന് വേണ്ടിയാ ചെയ്യണത്. കാരണം അവർക്ക് സന്തോഷം ഉണ്ടാവുമ്പോ അതുവഴി എനിക്കും സന്തോഷം ഉണ്ടാവണം. അപ്പൊ ഞാൻ സന്തോഷിക്കണം എന്നുള്ളതാണ്. നമ്മളൊക്കെ അവസാനം എന്തൊക്കെ പറഞ്ഞാലും സ്വന്തം സന്തോഷത്തിന് വേണ്ടി തന്നെയാണ്. ഒരു നിലയ്ക്ക് സെൽഫിഷ്യസ് ആണ്, പിന്നെ മറ്റുള്ളവർക്ക് ഉപകാരം ഉണ്ടാവുന്നു എന്നുള്ളൊരു സത്യമാണ്. അവിടെയും നമ്മൾ സന്തോഷിക്കുന്നുണ്ട്. കാരണം എല്ലാ സന്തോഷങ്ങളും കിട്ടുമ്പോ ഈ മനുഷ്യരൊക്കെ ചിന്തിക്കുന്ന ഈ സന്തോഷം കിട്ടി, ആ സന്തോഷം കിട്ടി, ഈ സന്തോഷം കിട്ടി, ഇതുക്ക് മേലെ അതുക്ക് മേലെ ഇനി എന്ത് സന്തോഷം, എന്ത് സന്തോഷം എന്നുള്ള ഒരു ആഗ്രഹം തന്നെയാണ്. അപ്പൊ പാവങ്ങളെ സഹായിക്കുന്നു, അവർക്ക് കൊടുത്തു, അവർക്ക് സന്തോഷായി എന്നറിയുന്നു. അപ്പൊ നമുക്ക് കൊടുക്കുമ്പോ നമ്മളൊരു ഹീറോ ആയി. ബോച്ചയുടെ അച്ഛനും അങ്ങനെ ചെയ്യുന്നുണ്ടായിരുന്നോ? ഫാദറും കുറേശ്ശൊക്കെ, എന്റെ അത്രയല്ലെങ്കിലും അത്യാവശ്യമൊക്കെ ചെയ്തു. അതൊരു ബിസിനസ്സിലേക്ക് എൻറ്റർ ചെയ്തപ്പം ഇങ്ങനെ ഹെൽപ്പ് ചെയ്യുന്നത് കൊണ്ട് അതൊരു ബിസിനസ് ടാക്ടിക്സ് ആയിട്ട് കണ്ടുകൊണ്ടാണോ താങ്കൾ എന്ന് ആദ്യമായിട്ട് അത് ചെയ്തത്? അതോ അല്ല, ഞാൻ ആദ്യത്തെ ചെയ്യുമ്പോ പലരും ലാഭം ഉണ്ടാക്കാൻ വേണ്ടി ചെയ്യുന്നവരുണ്ട്. എനിക്ക് എൻ്റെ ചെറിയ പ്രായം, കോളേജ് ടൈമിൽ ഞാൻ പറഞ്ഞില്ലേ 18-19 വയസ്സ് ബിസിനസ്സിൽ വന്ന സമയത്ത്, അന്ന് അത്ര വലിയ ബിസിനസ്മാനോ ബിസിനസ് ഐഡിയകളോ അങ്ങനെ വലിയ ട്രെൻഡൊന്നും അല്ല ആ സമയത്ത്. അങ്ങനത്തെ ഇപ്പയാണെങ്കിൽ അങ്ങനെയൊക്കെ പറയാം. അപ്പൊ എനിക്ക് ലാഭം ഉണ്ടാക്കാനല്ല, ലാഭം കിട്ടിയപ്പോ ആ സന്തോഷത്തില് അന്ന് എന്തൊക്കെയാ ചെയ്ത്, ഇത് മാത്രല്ല ചെയ്തത്. ഞാൻ
ഈ കുറച്ച് പൈസ കിട്ടി, നമ്മുടെ ഫസ്റ്റ് ബിസിനസ് ആണ്. ഇങ്ങനെ ഫസ്റ്റ് ഇയർ അല്ല, സെക്കൻഡ് ഇയർ ആയപ്പോൾ ആദ്യം കുറച്ച് കുളമായിക്കൊണ്ടിരുന്ന് വീണ്ടും ഒന്ന് കറക്റ്റ് ചെയ്ത് അങ്ങനെ കൊണ്ടുവന്നതാണ്. അപ്പൊ ഞാൻ പള്ളിയിൽ പോയി നേർച്ചയിട്ടു. പിന്നെ അങ്ങനെ 1-2 പള്ളികളിൽ പോയി നേർച്ചയിടുക, പിന്നെ ഫ്രണ്ട്സായിട്ടൊന്ന് അടിച്ചു പൊളിക്കുക, കുറച്ച് പാവങ്ങൾക്ക് കൊടുക്കുക, അതിലൊരു സന്തോഷം കാണുക, അങ്ങനെ ഇതൊക്കെ ചെയ്തിട്ടുണ്ട്. അപ്പൊ ഈ പുണ്യാളിന് കൊടുക്കാന്ന് പറഞ്ഞ ടാക്ടിക്സ് എന്ന് പറയാൻ പറ്റില്ലല്ലോ. പുണ്യാളിന് കുറച്ച് നേർച്ചപ്പെട്ടിയിൽ എടുത്തു, അപ്പൊ അത് ഗുണം കിട്ടോ കിട്ടാതിരിക്കാന്നല്ല. അപ്പൊ അത് ഇതൊരു നമുക്ക് കിട്ടുമ്പോ കിട്ടാൻ കാരണം നമ്മളിങ്ങനെ ചെയ്യുന്നത് കൊണ്ടും കിട്ടുമ്പോൾ ഇങ്ങനെ കൊടുക്കുമ്പോൾ നമുക്കൊരു സന്തോഷം ഉണ്ടെന്നും പിന്നെ അത് എനിക്ക് അങ്ങനെ തോന്നുന്നു. അത് കാരണം എന്താണെന്ന് വെച്ചാല് ഈ ബാക്കിയൊക്കെ ചെയ്യുന്ന എല്ലാവരും ചെയ്തുകൊണ്ടിരിക്കുന്ന കാര്യം, ഉണ്ടാക്കുന്നു, ചെലവാക്കുന്നു, ഉണ്ടാക്കുന്നു, സ്വന്തം ആവശ്യത്തിന് മാത്രം ഉപയോഗിച്ചുകൊണ്ടിരിക്കുന്നു. ഇതൊക്കെ ചെയ്യുന്ന ഞാനും ചെയ്തൊക്കെ ഇട്ടുള്ളതാണ്. ഇതിലേക്കൊക്കെ വരണേൽ കുറെ മുമ്പൊക്കെ ഇങ്ങനെയൊക്കെ തന്നെയായിരുന്നു. നമ്മൾ മറ്റുള്ളവരുടെ കാര്യം അങ്ങനെ കാര്യമായിട്ട് നോക്കില്ല, നമ്മുടെ സ്വന്തം കാര്യം നോക്കുക, സ്വന്തം കുടുംബം നോക്കുക, അങ്ങനെയൊക്കെയുള്ള മെന്റാലിറ്റിയുള്ള കാലഘട്ടങ്ങളൊക്കെ ഉണ്ട്. പിന്നെ എൻ്റെ കാര്യം എന്ന് പറഞ്ഞാല് എപ്പോഴും വ്യത്യസ്തമായി കൊണ്ടിരിക്കുക, വ്യത്യസ്തമായി ചെയ്തുകൊണ്ടിരിക്കുക. എന്ത് കാര്യമാണെങ്കിലും, ചാരിറ്റി ആയാലും സ്പോർട്സ് ആയാലും, അല്ലെങ്കിൽ ഈ റോഡിൽ ഇങ്ങനെ ഇത്രയും കേരളം മുഴുവൻ ഓടുക എന്ന് പറഞ്ഞൊരു വ്യത്യസ്തമാണ്. ഗ്രൗണ്ടിൽ ഓടിയ പോലെ ഗ്രൗണ്ടിൽ ഓടിയിട്ട് ഐ വാസ് എ സ്പോർട്സ്മാൻ സ്കൂളിൽ പഠിക്കുമ്പോഴൊക്കെ. അപ്പൊ ഓട്ടായാലും ചാട്ടായാലും അതിലെല്ലാം ഒരു എക്സ്ക്ലൂസിവിറ്റി കണ്ടുപിടിക്കുക, അവിടെയാണ് ഒരു അങ്ങനെ വന്നതെന്ന് അറിയില്ല. അതാണ് എന്റെ ഒരു എപ്പോഴും ഒരു ഇത് മനസ്സിലായി. അപ്പൊ അതിന്റെ ഒരു തുടക്കം എന്ന് തന്നെ പറയാം. അല്ലെങ്കിൽ ജനങ്ങളെല്ലാം ഏറ്റവും കൂടുതൽ സംസാരിച്ച ഒന്നാണ്, ഗിന്നസ് റെക്കോർഡ് വരെ വന്ന ഒന്നാണ് നമ്മൾ കാസർഗോഡ് നിന്നും 812 കിലോമീറ്റർ തിരുവനന്തപുരത്തേക്ക് ഓടി എന്നുള്ളത്. അപ്പോൾ അന്നൊക്കെ ഇങ്ങനെ ഞാൻ ചെയ്യാൻ പോണു, അങ്ങനെ ഒരു സ്പോർട്സ്മാൻ ആണ് എന്നാൽ കൂടെ പെട്ടെന്ന് ഇങ്ങനെ ഒരു മാരത്തൺ എന്ന് പറയുമ്പോൾ നമ്മൾ അതിന് വേണ്ടിയിട്ട് കുറച്ച് നമ്മൾ നേരത്തെ തന്നെ നമ്മുടെ ബോഡി നമ്മളത് കുറച്ചും കൂടെ പ്രിപ്പയർ ചെയ്യേണ്ടതായിട്ടുണ്ട്. അതിന് വേണ്ടിയിട്ടുള്ള നമ്മുടെ ഒരു ഫുഡ് ഹാബിറ്റ് ഉണ്ടാക്കിയെടുക്കണം, ലൈഫ് സ്റ്റൈലൊക്കെ നമ്മൾ കുറച്ചും കൂടെ ചേഞ്ച് ചെയ്യണം, അങ്ങനെയൊക്കെ ഒരു ഇതൊക്കെ ഉണ്ട്. അപ്പോൾ അന്ന് അതിനു വേണ്ടി ചെയ്ത ആ ഫുഡ് ഹാബിറ്റ്സ് ഒക്കെ തന്നെയാണോ താങ്കൾ ഇപ്പോഴും അതേ ഒരു ഇതാണോ? ഇപ്പം എന്താ പെട്ടെന്ന് ഞാൻ ചോദിച്ചു കഴിഞ്ഞാൽ ഇഷ്ടമുള്ള ഭക്ഷണം, രീതി, കാര്യങ്ങൾ അതൊക്കെ എന്തായിരിക്കും? ഫുഡ് ഹാബിറ്റ് ഞാൻ അങ്ങനെ അധികം കഴിക്കുന്ന ആളല്ല ആദ്യമേ തൊട്ട്. കാരണം ഞാൻ കുറച്ച് ഹെൽത്ത് ഫ്രീക്ക് ആണ്. ഹെൽത്തി ഫുഡ് മാത്രം എപ്പോഴും. ഹെൽത്തി ഫുഡ് എന്നല്ല, ഫുഡ് ശരിക്ക് മിതമായി കഴിക്കുക എന്നതാണല്ലോ. എന്ത് കാര്യവും മതിയായി കഴിഞ്ഞാൽ അതിനോടൊരു വെറുപ്പ് വരും. ദാറ്റ് ഈസ് ദ സയൻസ് ആക്ച്വലി. ഇപ്പൊ നമ്മള് ഫുഡ് വല്ലാണ്ട് കഴിച്ചു കഴിയുമ്പോൾ കഴിക്കണ നേരത്തെ സുഖം ഉണ്ടാവും, കഴിഞ്ഞാൽ പിന്നെ ആകെ ഒരു വിമിഷ്ടം, അസ്വസ്ഥത, നമ്മുടെ ഉറക്കം, നമ്മുടെ ഏത് കാര്യം, ഈവൻ പൈസ മതിയാവില്ല എന്ന് പറയണത് എത്ര കിട്ടിയാലും. അതുപോലെ ഫുഡായാലും എനിത്തിങ്. ഇപ്പൊ നമ്മള് കള്ളു കുടിക്കുന്നവരെ സംബന്ധിച്ചാണെങ്കിൽ ഒരു 2 എണ്ണം കഴിഞ്ഞാൽ പിന്നെ ഒരു കുപ്പി കുടിക്കുന്നവർക്ക് അത് രോഗമാണ് ശരിക്കും. അതിൽ എൻജോയ്മെന്റ് ഇല്ലേ. ഈവൻ സെക്സ് ആണെങ്കിലും. അപ്പൊ എന്തും ഒരു പരിധി കഴിഞ്ഞാൽ ആ സമയത്തുള്ള സുഖം പിന്നെ അത് കഴിഞ്ഞാൽ കിട്ടില്ല എന്ന് പറയുമല്ലോ. ഒരു അപ്പ് ആൻഡ് ഡൗൺ അവിടെയുണ്ട്, നേരത്തെ പറഞ്ഞ പോലെ. ബോച്ചയുടെ അടുത്ത് ഈ ഒരു സാധനത്തിനെ കുറിച്ച്, അതായത് ഫുഡ് ഹാബിറ്റ്സിനെ കുറിച്ച്, ബോച്ചയുടെ ഫുഡ് ഹാബിറ്റ്സിനെ കുറിച്ച് ഒക്കെ ചോദിക്കാൻ ഇത് ഒരാൾ ഫോണിൽ ഇപ്പം നമുക്ക് വന്നിട്ടുണ്ട്, ലൈനിൽ വന്നിട്ടുണ്ട്. ആരാണെന്ന് നോക്കാം. ഹലോ. പേര്? ഓക്കെ, ഷെഫ് ലത. ഓക്കെ, ഹായ്, നമസ്കാരം. സുഖാണോ? ഓക്കെ. ഇപ്പോ എന്റെ കൂടെ അറിയാലോ നമ്മുടെ ബോച്ചയുണ്ട്, ബോബി ചെമ്മണ്ണൂർ ഉണ്ട് എന്റെ കൂടെ. അദ്ദേഹത്തിന്റെ ഫുഡ് ഹാബിറ്റ്സ് ആണോ എന്താ ചോദിച്ചറിയേണ്ടത്? പറഞ്ഞോളൂ. അല്ല, ബോച്ചയ്ക്ക് അറിയാം എന്നെ. ബോച്ചയ്ക്ക് ഞാൻ ഒരുപാട് പ്രാവശ്യം ഫുഡ് കൊടുത്തിട്ടുണ്ട്. നല്ല സുഹൃത്തുക്കളാണ്. ബോച്ചയുടെ മകൾക്കും മകളുടെ ഭർത്താവിനും ഒക്കെ ഞാൻ ഫുഡ് കൊടുത്തിട്ടുണ്ട്. പക്ഷെ ബോച്ചയുടെ ഷോപ്പിൽ പോകാൻ പറ്റിയിട്ടില്ല. അതെന്താ പോവാത്തെ? അത് പോണ്ടേ? കാണുമ്പോ വിളിക്കാറുണ്ട്, വരണമെന്ന് പറഞ്ഞിട്ടുണ്ട്. ഇപ്പൊ ഞാൻ കൊറേ ആയി ബോച്ചനെ കണ്ട്. ബോച്ച ഇപ്പൊ നമ്മളെ കാണാൻ വരാതെ മുകളില് ഗ്രില്ലിൽ പോയിട്ട് ഭക്ഷണം കഴിച്ച് പോയി കളയും. ആണോ ബോച്ച? അങ്ങനെയാണ് ഇപ്പൊ നമ്മളെ കാണാതെ നേരെ ഗ്രില്ലിൽ പോയി ഭക്ഷണം കഴിച്ചിട്ട് ബോച്ച പോയി കളയുന്നു. ഇപ്പൊ നമ്മളെ കാണാൻ വരാറില്ല. അവിടെ കാണാറുണ്ട് പോകുമ്പോ. കേട്ടോ, അവിടെ ഉണ്ടെന്ന് അറിഞ്ഞാൽ വന്ന് കാണാറുണ്ട്. ഭയങ്കര തിരക്ക്, ഓടി നടക്കല്ലായിരിക്കും. ഞാൻ ഫോൺ ബോച്ചയ്ക്ക് കൊടുക്കട്ടെ? സംസാരിച്ചോ. ഹലോ. നല്ലത്.
ഉണ്ട് നമ്മളവിടെ വരുമ്പോ നിങ്ങളെ കാണണ്ടേ, നിങ്ങള് ഓടി നടക്കല്ലേ. അതെ, അല്ല ഞാനും വാങ്ങുന്നത് ഒരു ലോട്ടറി എനിക്ക് കിട്ടുമായിരിക്കും. ലോട്ടറിയോ? അയ്യോ, എനിക്ക് ലോട്ടറി കച്ചവടം ഒന്നുമില്ല. അത് ഈ ചായപ്പൊടി വാങ്ങുമ്പോ ഒരു ലക്കി ഡ്രോ കൂപ്പൺ കൊടുക്കുന്നുണ്ട്. അതെ, ചായപ്പൊടി വാങ്ങണല്ലോ. അതെ ബോച്ചേട്ടി കഴിച്ചു. ഇനി ആ 10 ലക്ഷം എല്ലാ ദിവസവും കൊടുക്കുന്നുണ്ട്. ഇന്ന് കൊടുത്തിട്ട് വരും ഇപ്പൊ. നിങ്ങക്ക് 25 കോടി രൂപ ആയിക്കോട്ടെ, എന്തിനാ 10 ലക്ഷം എന്റെ പാർട്ണർ ആയിക്കോളൂ. ബോച്ചെ ടോഡി പബ് വരുന്നുണ്ട് രണ്ടാമത്തെ, അതായിക്കളാം നമുക്ക്. നല്ല വിശേഷം, അങ്ങനെ പോകുന്നു. എന്താ പുതിയ ചമ്മന്തി ഒന്നും ഉണ്ടാക്കണില്ലേ? എന്തെങ്കിലുമൊക്കെ കുത്തിപ്പിടിച്ച് കാച്ചി ഉണ്ടാക്കണ കാണാല്ലേ എന്തെങ്കിലുമൊക്കെ ഇടയ്ക്കിടയ്ക്ക്. പാറ്റന്റ്? ചമ്മന്തിയുടെ പാറ്റന്റോ അതോ ചന്തിയുടെയോ? കാരണം ഈ ചമ്മന്തിയുടെ പാറ്റന്റ് ഒക്കെ എത്രയോ കാലമായിട്ട് ഉണ്ടാക്കുന്ന ചമ്മന്തി ആണോ? അന്ന് എന്നെ വിളിക്കുവോ, ഉദ്ഘാടനം ചെയ്യാ ഞാൻ. ഓ അത് ശരി. ഓക്കെ ലെറ്റ് മീ നോ, ഞാൻ വരാം. പുതിയ ഐറ്റംസ് നമുക്ക് പരിചയപ്പെടുത്തി തരൂ. വരാം എന്തായാലും. ആണ് അല്ലേ? ഓക്കെ. അപ്പൊ മറക്കാണ്ട് വിളിക്കൂ, ഞാൻ കൊടുക്കാം. ഒരു മിനിറ്റ്. ഓക്കെ ശരി ചേച്ചി, പിന്നെ വിളിക്കാം കേട്ടോ. താങ്ക് യു. ഓക്കെ ശരി. അപ്പൊ അതേ ബോച്ചയുടെ ഫുഡ് ഹാബിറ്റ്സ് ഒക്കെ ആയിട്ട് പറഞ്ഞു കഴിഞ്ഞപ്പോ ബോച്ചയ്ക്ക് ഒരുപാട് ഇഷ്ടമുള്ള ഒരു ഭക്ഷണം നമ്മുടെ ഇവിടെ റെഡി ആക്കിയിട്ടുണ്ട്. ദാ ആ ഭക്ഷണം ദാ ഓൺ ദ വേ ആണ്. ദേ എത്തി, ഭക്ഷണം എത്തി. ബോച്ച കഴിച്ചോളൂ, കഴിച്ചോണ്ട് നമുക്ക് സംസാരിക്കാം. ഇതാണ് ഭക്ഷണം ബോച്ചയ്ക്ക് ഇഷ്ടപ്പെട്ട. ഇത് എനിക്ക് 2 ദിവസത്തേക്ക് കഴിക്കാനുള്ള അത്രയുണ്ടല്ലേ? വളരെ കുറച്ച് ക്വാണ്ടിറ്റിയെ കഴിക്കുന്നുള്ളൂ. ഇതിപ്പോ ആളെങ്ങനെ കഴിക്കും നിങ്ങള്? അല്ല എനിക്ക് വേണ്ട. 2 സ്പൂൺ വെച്ചിട്ടുണ്ട്. അത് കുഴപ്പമില്ല, ബോച്ച കഴിച്ചോളൂ. എഗ് ബുർജി അല്ലേ? എഗ് ബുർജിയാണ് അല്ലേ? എഗ് ബുർജിയാണ്. ബോച്ചയ്ക്ക് ഭയങ്കര ഇഷ്ടമാണ് അല്ലേ? ഇപ്പൊ അതിനിടയിൽ പറഞ്ഞ സംഭവം അതെന്താണ് ബോച്ച? അതിനെ കുറിച്ച് ചോദിക്കാൻ വരായിരുന്നു. ബോച്ച അല്ല, ഈ 10 ലക്ഷം 25 കൊടുക്കാന്നൊക്കെ പറഞ്ഞു. ഇക്കണക്ക് ഞങ്ങൾ എല്ലാവരും കൂടി 25 1 കോടി വീതം എങ്കിലും എന്നുള്ള രീതിയിൽ ഞങ്ങളിവിടെ എല്ലാരും ചോദിക്കാൻ നിക്കാണ്. എന്താ സംഭവം? എങ്ങനെയാണ് അങ്ങനെ ഒരു ഇത് തോന്നിയത്? സംഭവം ഞാൻ ഈ AVT ഗ്രൂപ്പിന്റെ ഒരു 1000 ഏക്കർ എസ്റ്റേറ്റും ഒരു ഫാക്ടറിയും വാങ്ങി ഞാൻ വയനാട്ടില്. അപ്പൊ കൃഷിയും ടൂറിസം ഒക്കെ കണക്കാക്കിയിട്ടാണ് വാങ്ങിയത്. ഈ റിസോർട്ടും എന്റർടൈൻമെന്റ് വേൾഡും ഒക്കെയാണ് വരുന്നത്, അഡ്വഞ്ചർ അങ്ങനത്തെ സംഭവങ്ങളൊക്കെ. അങ്ങനെ വന്നപ്പോ എനിക്ക് തോന്നി അവിടെ ഫാക്ടറിയിലൊക്കെ പോയപ്പോ ചായപ്പൊടി ഉണ്ട്, നല്ല ഫാക്ടറി ഒക്കെ ഉണ്ട്. ഇപ്പൊ ചായ വിറ്റാൽ എങ്ങനെയാ എന്നുള്ളങ്ങനെ ആലോചിച്ചു. ഈ എസ്റ്റേറ്റ് വാങ്ങിയോണ്ടാണ് ഐഡിയ വന്നത്. എന്റെ ചായ വെക്കണം എന്ന് ആഗ്രഹിച്ചിട്ടല്ല. കഴിഞ്ഞ വർഷമാണ് വാങ്ങിയത്. പിന്നെ ഞാൻ നോക്കി, ഇതിനെ കുറിച്ചൊന്ന് പഠിച്ചു നോക്കി, ടീയുടെ സ്കോപ്പ്. നമ്മള് പറയൊരു ചായ എന്ന് പറയും, പക്ഷെ വേൾഡ് ലെവലിൽ പഠിച്ചു നോക്കിയാൽ വലിയ വലിയ ഗ്രൂപ്പുകളൊക്കെ എത്രയോ 1000 കോടി രൂപയുടെ ബിസിനസ്സാണ് ഓരോ വർഷം ചെയ്യുന്നത്. അപ്പൊ ചായ വെറും ഒരു ചായയല്ല എന്ന് പറഞ്ഞു. അങ്ങനെയാണ് അതിലേക്ക് വരുന്നത്. അപ്പൊ ചായ ഞാൻ എന്ത് ചെയ്യുമ്പോഴും അറിയാലോ, നേരത്തെ പറഞ്ഞ പോലെ ഒരു വ്യത്യസ്തനാണല്ലോ. അപ്പൊ എങ്ങനെ ഡിഫറെന്റ് ആയിട്ട് മാർക്കറ്റ് ചെയ്യാൻ നോക്കി. അപ്പൊ ഈ ഫോറിനിലൊക്കെ കാണുന്ന ഒരു സിസ്റ്റമാണ് ലക്കി ഡ്രോ സിസ്റ്റം, റാഫിൾ ഡ്രോ, കാറ്, സ്വർണം, ക്യാഷ്, ഇതൊക്കെ ഒരു കോമൺ ആണ്, ബിസിനസ് പ്രാക്ടീസ് ആണ് ഇതൊക്കെ. അപ്പൊ ഇവിടെ കാര്യമായിട്ട് ആരും അങ്ങനെ ചെയ്യണ കണ്ടിട്ടില്ല. കാറൊക്കെ കൊടുക്കുന്നുണ്ട്, സ്വർണ്ണമൊക്കെ കൊടുക്കുന്നുണ്ട്. അപ്പൊ ഞാൻ വിചാരിച്ചു 40 രൂപയാണ് ഒരു ബോച്ചേട്ടി വാങ്ങുമ്പോൾ ഒരു ലക്കി ഡ്രോ കൂപ്പൺ കിട്ടും ഫ്രീ ആയിട്ട്. അത് കിട്ടിക്കഴിഞ്ഞാൽ ഡെയിലി രാത്രി നറുക്കെടുപ്പ്. അതില് 10 ലക്ഷം ഡെയിലി ഉണ്ട്. പിന്നെ 13,704 ക്യാഷ് പ്രൈസ്, 25 crore ബമ്പർ പ്രൈസ്, ഇങ്ങനെയുള്ള പരിപാടികളൊക്കെയാണ്. അപ്പൊ ആൾക്കാർ അടിച്ചു കയറി ക്യൂ ആണ്. ഇപ്പൊ നമ്മൾ അതിന്റെ ഫ്രാഞ്ചൈസി ഇത്രയും എക്സ്ക്ലൂസീവ് ആയിട്ടുള്ള ഓരോ ഐഡിയയും ഇതൊക്കെ ബോച്ച തന്നെ ആലോചിച്ചുണ്ടാക്കി എടുക്കുന്നതാണോ, അതോ ഇതിന് ഇങ്ങനത്തെ കുറച്ച് ഡിഫറെന്റ് ആയിട്ടുള്ള സംഭവങ്ങൾ പറഞ്ഞു തന്നെ ഒരു ടീം തന്നെ ഉണ്ടോ ബോച്ചയ്ക്ക്? ഇല്ല, അങ്ങനെ ടീമൊന്നുമില്ല, ഞാൻ തന്നെയാണൊക്കെ. എന്റെ തല എന്റെ ബുദ്ധി അത് തന്നെയാണല്ലേ? അല്ല, പിന്നെ നമ്മൾ പഠിച്ചുകൊണ്ടിരിക്കുകയല്ലേ, ലോകത്ത് പലതും നടക്കുന്നു, നമ്മൾ വായിക്കുന്നു, അറിയുന്നു, കേൾക്കുന്നു. പിന്നെ നമ്മുടേതായ കുറച്ച് സംഭവങ്ങൾ നമ്മൾ അതിലേക്ക് ഇടുന്നു. അങ്ങനെ ഞാൻ ചെറുപ്പം തൊട്ട്, ഞാൻ പറഞ്ഞല്ലോ, ഈ 10-18 വയസ്സായപ്പോഴേക്കും ബിസിനസ്സിൽ വന്നാണ്. ഫസ്റ്റ് ശരിക്കും പറഞ്ഞാൽ
പ്രീ ഡിഗ്രി പഠിക്കുമ്പോ അന്നേ ബിസിനസ്സിലേക്ക് വന്നു. 16-17 വയസ്സായപ്പോഴേക്കും ഞാൻ അച്ഛന്റെ കൂടെ കൂടി പഠിക്കുന്ന സമയത്ത് അബുദാബി പോയി ഷോപ്പ് ഇട്ടിട്ടുണ്ട്. 16-17 വയസ്സ്. ഒരു മാസം അവിടെ കടയിൽ പോയിട്ട് ബിസിനസ് നോക്കും, ചെറിയ കട. അത് കഴിഞ്ഞ് ഇവിടെ വന്ന് കോളേജിൽ പോകും ചിലപ്പോ ഒരു മാസം, 1-2 മാസം ഇവിടെ കറങ്ങി നടക്കും, പിന്നെ 1-2 മാസം അച്ഛനായിട്ട് ഇനിഷ്യേറ്റീവ് എടുത്ത് നീ പോയി ചെയ്യാന്ന് പറഞ്ഞതാണോ? ഫാദർ ഞാൻ പോയി ചെയ്താ. ഫാദർ ആ സമയത്തൊന്നും ഗൾഫിലേക്ക് വന്നിട്ടേ ഇല്ല. ഡിസിഷൻ ആയിരുന്നു. അത് ഇതാണ് ഗാർമെന്റ്സ്, അങ്ങനത്തെ ചെറിയ ചെറിയ ബിസിനസ്സുകളായിരുന്നു. എനിക്ക് ഭയങ്കര ഇതായിരുന്നു. ഇപ്പൊ ഫാദർ നല്ല ധൈര്യമുള്ള ആളാണ്, നമ്മൾ സപ്പോർട്ട് ചെയ്യും. സ്കൂളിൽ പഠിക്കുമ്പോ എന്നെ 10ാം ക്ലാസ് ഒക്കെ ആകുമ്പോഴേക്കും ബോംബെയിൽ എന്റെ അങ്കിൾ അവിടെ ഉണ്ടായിരുന്നു, ഹോട്ടൽ ബിസിനസ് ഉണ്ടായിരുന്നു. നീ പോടാ, വെക്കേഷന് പോയി 2 മാസം നിന്നോളാൻ പറയും, നീ ബോംബെ ഒക്കെ കണ്ടിട്ട് വരാൻ പറയും. അങ്ങനെ പോയി നമ്മൾ അവിടെ കറങ്ങി, നമുക്കൊരു ഗട്ട്സ്, ചങ്കുറ്റം കിട്ടും. ഒരു സ്ട്രീറ്റ് സ്മാർട്ട്നെസ് എന്നൊക്കെ പറയില്ലേ. അപ്പൊ അങ്ങനെ ബോംബെ പോയി 16-17 വയസ്സാകുമ്പോഴേക്കും ഗൾഫിൽ പോയി, അവിടെ ബിസിനസ് തുടങ്ങി. അങ്ങനെ എപ്പോഴും ഒരു റിസർച്ചിങ് മെന്റാലിറ്റി, ലോകം പോയി കറങ്ങുക, കാണുക, പഠിക്കുക, അങ്ങനത്തെ ഒരു ടെൻഡൻസിയാണ്. അപ്പൊ തുടക്കം തൊട്ട് തന്നെ ഇപ്പൊ ഒരു കാര്യം പറഞ്ഞ, ഈ ജ്വല്ലറി രംഗത്ത് തന്നെ ഇപ്പൊ ഈ സ്കീമുകളൊക്കെ ഉണ്ട്. ഗോൾഡ് പർച്ചേസ് പ്ലാൻ, വില കൂടിയാലും കുറഞ്ഞാലും നിങ്ങൾ പ്രൊട്ടക്ഷൻ എന്നൊക്കെ പറഞ്ഞു. 91 ഞാൻ സ്റ്റാർട്ട് ചെയ്തതാ. ഇന്ന് more than thousands of shops in India, they are follow the scheme. പിന്നെ ആ കാലത്തൊന്നും ഈ ജ്വല്ലറി ഒന്നും ഈ സിനിമാക്കാർ ഉദ്ഘാടനം ചെയ്യുന്ന കൾച്ചർ ഇല്ല. ഞാൻ വളരെ മുമ്പ് തൊട്ട് തന്നെ ഇന്നസെന്റ് ആ സമയത്ത്, പിന്നെ അവിടുന്ന് അങ്ങോട്ട് മമ്മൂട്ടി, മോഹൻലാല്, ദിലീപ്, കാവ്യ, ഓൾമോസ്റ്റ് സൽമാൻ ഖാൻ, ഇവരൊക്കെ ഫസ്റ്റ് കൊണ്ടുവരുന്നത് ഞാൻ ഇവരെ കൊണ്ടുവരുന്ന കാലത്തൊന്നും അങ്ങനത്തെ ഒരു കൾച്ചർ ഇവിടെ ഇല്ല. സ്വർണ്ണാഭരണ രംഗത്ത് പരസ്യം ചെയ്യണ കൾച്ചർ തന്നെ ഇല്ല. ന്യൂസ് പേപ്പറിലൊക്കെ ആ സമയത്ത് എന്റെ പരസ്യം മാത്രമേ ഉള്ളൂ, ദാറ്റ് ടൈം ട്ടോ. പിന്നെ ആ സമയത്ത് ഇപ്പൊ കാണുന്ന ഗ്രൂപ്പുകൾക്കൊക്കെ 1 ബ്രാഞ്ച് 2 ബ്രാഞ്ച്, ഇത് കൂടുതൽ ബ്രാഞ്ചുകളില്ല. ഞാൻ തുടങ്ങിയ ഈ പറഞ്ഞ പോലെ 10-24 വയസ്സായപ്പോഴേക്കും ഒരു 5-6 ബ്രാഞ്ച് അങ്ങോട്ട് ഇട്ടു. അപ്പൊ ആ കാലത്തൊക്കെ ഇത്രയും ബ്രാഞ്ച് ഇടാന്ന് പറഞ്ഞ ഒരു കൾച്ചറാ. അപ്പൊ കുറെ പേരൊക്കെ ആ ബ്രാഞ്ച് തുടങ്ങണ ഒരു കൾച്ചറിലേക്ക് വന്നു. പിന്നെ ലോങ് ബാക്ക് പാലക്കാട് 4 നില ബിൽഡിങ്, ഞാൻ 1 നില ഉണ്ടായിരുന്നുള്ളൂ, അത് ഞാൻ വാങ്ങിയിട്ട് 4 നില കെട്ടി, 4 നില ബിൽഡിങ്. ആ കാലത്ത് 4 നില ബിൽഡിംഗ് ഇല്ല. ഇപ്പൊ നിലകൾ ഇഷ്ടം പോലെയായി, ബ്രാഞ്ചുകളായി. ക്യാരറ്റ് ചെക്കിംഗ് മെഷീൻ, സ്വർണത്തിന്റെ ക്വാളിറ്റി അറിയുന്ന മെഷീൻ, ഫസ്റ്റ് ടൈം ഐ ബ്രോട്ട് ഇറ്റ് നൗ. അങ്ങനെ ഈ ഇൻഡസ്ട്രിയിൽ കുറെ സംഭാവനകൾ നമ്മൾ കൊടുത്തു. അതൊക്കെ നമ്മുടെ ഓൺ ഐഡിയാസ്. അതാ പറഞ്ഞു, എൻറ്റയർലി അതുവരെ നമ്മൾ എവിടെയും കണ്ടിട്ടും കേട്ടിട്ടും ഇല്ലാത്ത ന്യൂ ഐഡിയാസ് ഇങ്ങനെ കൊണ്ടുവന്നുകൊണ്ടേയിരിക്കുകയാണ്. എന്താന്നറിയില്ല, എന്താ അങ്ങനെ വരുന്നതെന്ന് അറിയുന്നത്. ഓക്കെ, ബോച്ചയുടെ ഒരു ഹോം ടൂർ കണ്ടിരുന്നു ഞാൻ കുറച്ച് നാൾക്ക് മുമ്പേ. അത് ഭയങ്കര ഇതാണ് വന്നത്, എന്തോ ഭയങ്കര വലിയ വീടാണ്, എല്ലാവരും പറയുന്നുണ്ടായിരുന്നു എന്താ വീട് എന്താണെന്നൊക്കെ. അത് നമ്മുടെ ഈ ഒരു പ്രോഗ്രാമിന്റെ ലൈഫ് ഈസ് ബ്യൂട്ടിഫുളിന്റെ നമ്മുടെ ഇന്നത്തെ പ്രോഗ്രാമിന്റെ ടൈറ്റിൽ സ്പോൺസർ എന്ന് പറയുന്നത് തന്നെ ബേറ്റ് ഹോംസ് ഫോർ എന്ന് പറഞ്ഞവരാണ്. ഈ ബേറ്റിന്റെ ഒരു ഇത് ഇപ്പം ബോച്ചയ്ക്ക് അതിന്റെ ആവശ്യമില്ല, പക്ഷെ എന്നിരുന്നാൽ കൂടി ബോച്ചയ്ക്ക് ഇത്രയും കണക്ഷൻസ് ഉള്ളപ്പോൾ ആർക്കെങ്കിലും ആവശ്യമുണ്ടെങ്കിലും ബോച്ചയ്ക്ക് പറയാം. ഈ ബേറ്റ് ഹോംസ് ഫോറിന്റെ എന്ന് വെച്ചാൽ അവരുടെ നമ്മളിപ്പോൾ ചെയ്യുകയാണെങ്കിൽ ഒരു 50% നമ്മൾ പൈസ കൊടുത്താൽ മതി. എന്നിട്ട് നമുക്ക് വീട്, നമുക്ക് ഇതെല്ലാം ആയി, എല്ലാം കാര്യങ്ങളെല്ലാം കഴിഞ്ഞിട്ട് പിന്നെ നമുക്ക് ബാക്കി 50% നമ്മൾ 50 തവണയായിട്ട് നമ്മൾ അടച്ചാൽ മതി. എമൗണ്ട് ഇൻസ്റ്റാൾമെന്റ് ആയിട്ട് നമുക്ക് കിട്ടും. അതിൽ തന്നെ 20% നമുക്ക് സബ്സിഡി ആയിട്ട് കിട്ടുകയും ചെയ്യും. പിന്നെ നമുക്ക് ലൈവ് ആയിട്ട് ഇപ്പം കൺസ്ട്രക്ഷന്റെ സമയത്ത് നമുക്കിപ്പോൾ അവിടെ ഡയറക്റ്റ് ആയിട്ട് നമുക്ക് പോകാൻ പറ്റുന്നില്ല, നമുക്ക് അവിടെ എത്താൻ പറ്റുന്നില്ല പോലും അവിടുന്ന് ലൈവ് ക്യാമറ സിസ്റ്റം എല്ലാം അവര് CCTVയും ലൈവ് ക്യാമറ സിസ്റ്റം എല്ലാം അവർ ചെയ്യുന്നുണ്ടാവും. അപ്പൊ നമുക്ക് എവിടെ ഇരുന്നിട്ടാണെങ്കിലും നമുക്ക് അവിടെ എത്രത്തോളമായി പണി കാര്യങ്ങൾ അങ്ങനെയൊക്കെ നമുക്ക് അറിയാൻ പറ്റും. അതേപോലെ നമുക്ക് നമ്മുടെ വീടിന് എന്തെങ്കിലും ഒരു ഡിസൈനിലോ കാര്യങ്ങളിലോ പ്ലാനിലൊക്കെ നമുക്ക് എന്തെങ്കിലുമൊക്കെ അവരും നമ്മുടെ സഹായിക്കും. നമുക്കും എന്തെങ്കിലും ഒരു ഒപ്പീനിയൻ പറയണമെങ്കിൽ അങ്ങനെ എല്ലാം ചെയ്യാൻ പറ്റുന്ന ഒരു നമ്മുടെ എറണാകുളത്താണോ അത്? ബേറ്റ് ഹോംസ് ഫോറിന് പല സ്ഥലങ്ങളിലും ഉണ്ട് അവർക്ക്. അപ്പം അങ്ങനെ ഒരു ഇതാണ്. അപ്പൊ ആർക്കെങ്കിലും ഒരു ആവശ്യം വന്നു കഴിഞ്ഞാൽ തീർച്ചയായിട്ടും അപ്പൊ നമ്മുടെ കയ്യിൽ കുറച്ച് ഒരുപാട് പൈസയും വെച്ചിട്ട് നമുക്ക് വീട് തുടങ്ങാൻ പറ്റുള്ളൂ എന്നില്ല. ഇപ്പൊ കുറച്ച് പൈസക്കാണെങ്കിലും നമുക്ക് വീട് നമുക്ക് ചെയ്യാം എന്നുള്ളതാണ്. അങ്ങനത്തെ ഞാൻ പറഞ്ഞില്ലേ, ഞാൻ തുടക്കത്തിലെ അങ്ങനത്തെ സ്വർണം വാങ്ങാൻ ഇങ്ങനത്തെ സ്കീമുകൾ ഉണ്ടാക്കിയിട്ടുണ്ട്. ഇപ്പൊ ലേറ്റസ്റ്റ് ഒരു സംവിധാനം, ഇപ്പൊ ബിസിനസ് അവസരങ്ങൾ കൊടുക്കുകയാണ് ഒരുപാട് പേർക്ക്. ഇപ്പൊ ബോച്ചെ ലക്കി ഡ്രോ ഫ്രാഞ്ചൈസി, ഇനി വരുന്നത് ബോച്ചെ
ഗോൾഡ് ആൻഡ് ഡയമണ്ട് എന്നുള്ള ബ്രാൻഡിൽ അഗെയിൻ ബോച്ചെ പാർട്ട്ണർ എന്നുള്ള ഫ്രാഞ്ചൈസി കൊടുക്കാൻ പോകുക. 100 കടകൾ വരാൻ പോകുക. മിനി ഷോപ്സ് ആണ്, ലൈറ്റ് വെയ്റ്റ് കളക്ഷൻസ്. ഓരോന്നായിട്ട് ഇങ്ങനെ ഡ്രോപ്പ് ചെയ്തുകൊണ്ടിരിക്കുക. ബോച്ചയ്ക്ക് തോന്നുകയാണ് സ്റ്റോപ്പ് എന്ന് പറയണമെന്ന് തോന്നുന്നു. ഒരു സ്ഥലത്ത് സ്റ്റോപ്പ് എന്ന് പറയണം. നോക്കിയിട്ട് പറയണം. ജസ്റ്റ് അങ്ങ് പറഞ്ഞാൽ മതി, സ്റ്റോപ്പ് എന്ന് പറഞ്ഞാൽ സ്റ്റോപ്പ് ചെയ്തു. ഇവിടെയാണ് സ്റ്റോപ്പ് ചെയ്തേക്കുന്നത്.